പാലക്കാട് വാളയാറിലേക്കാണ്. പ്രേക്ഷകർക്ക് അറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഛത്തീസ്ഗഡ് സ്വദേശി ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ വിധേയനാക്കപ്പെട്ടുകൊണ്ട് അവിടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. കേരളത്തിൽ ആൾക്കൂട്ട ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യമാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് വാളയാറിൽ സംഭവിച്ചത്. എന്നാൽ ഈ കൊലപാതകത്തിന് ശേഷം അതിനെ രാഷ്ട്രീയവൽക്കരിക്കുവാനുള്ള വലിയ ശ്രമങ്ങൾ ഇവിടെ ഇടത് വലത് മുന്നണികളുടെയും ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഈ കൊലപാതകം നടത്തിയവരെല്ലാം BJP പ്രവർത്തകരാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടന്നത്. എന്നാൽ ഇപ്പോൾ പോലീസ് തന്നെ അത് തള്ളിക്കളയുകയാണ്. ഈ ഘട്ടത്തിൽ 2 പേർ കൂടി ഈ ആൾക്കൂട്ട ആക്രമണവുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നു. ഇവർ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും സജീവ പ്രവർത്തകരാണ്. നേരത്തെ പിടിയിലായവരിൽ പലരും CITUവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഈ BJP പ്രവർത്തകരാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന വാദമുഖങ്ങൾ ഈ ഘട്ടത്തിൽ പൊളിഞ്ഞു വീഴുകയാണ്. ആദ്യം പ്രതികരണത്തിലേക്ക്, അതിനുശേഷം അരുൺ ആലത്തൂർ തയ്യാറാണ്. വാളയാറിലെ ആൾക്കൂട്ട ആക്രമണം ഇത് കണ്ട ഉടനെ തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് എൻ്റെ മധുവിനെ തന്നെയാണ്. കാരണം ആ സമയത്ത് അയാൾ അനുഭവിച്ച വേദന, ഇതെല്ലാം എന്തുകൊണ്ടാണ് ആ മനുഷ്യർ അത് മനസ്സിലാക്കാത്തത്? എന്തിനാണ് ഇങ്ങനെ ജനസമൂഹം ഇങ്ങനെ അധപതിച്ചു പോയത്? കാരണം അത്രയും വേദനയോടെയാണ് ഞാൻ ആ വീഡിയോ തന്നെ കണ്ടത്. അട്ടപ്പാടിയിൽ ആൾക്കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്തിയ മധുവിൻ്റെ സഹോദരി സരസുവിൻ്റെ പ്രതികരണമാണ്. ഛത്തീസ്ഗഡിൽ നിന്നുള്ള മറ്റൊരു വ്യക്തി സമാനമായ സാഹചര്യത്തിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ തൻ്റെ സഹോദരനെ പറ്റിയാണ് ഓർക്കുന്നത് എന്നാണ് സരസു വ്യക്തമാക്കുന്നത്. അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ആദ്യം ഈ രാഷ്ട്രീയമായ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ഈ ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ പിന്നിൽ BJP-ക്കാരാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ ആദ്യഘട്ടം പ്രചരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അറസ്റ്റിലാകുന്നവരൊക്കെ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഒക്കെ സജീവ പ്രവർത്തകരാണ്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ആൾക്കൂട്ട ആക്രമണമാണ്, ഇതിൽ രാഷ്ട്രീയമില്ല. ഗൗതം, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ 17-ാം തീയതിയാണ് പാലക്കാട് വാളയാറിലെ അട്ടപ്പള്ളത്ത് ഒരു ആൾക്കൂട്ടം ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായൺ ഭയ്യ എന്ന വ്യക്തിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. കള്ളനാണെന്ന് ആരോപിച്ചായിരുന്നു ഈ രാംനാരായണൻ ഭയ്യയെ ആൾക്കൂട്ടം ആക്രമിച്ച് കൊന്നത്. ഈ രാംനാരായണൻ ഭയ്യ ആണെങ്കിൽ പാലക്കാട് തന്നെ കിൻഫ്രയിൽ ജോലിക്ക് വന്നതാണ്. കിൻഫ്രയിൽ ജോലിക്ക് വന്ന സമയത്ത് ഇദ്ദേഹത്തിന് ചില മാനസിക അസ്വസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഓടിപ്പോയിട്ട് പിന്നീട് പലയിടത്ത് അലഞ്ഞ് നടക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ അട്ടപ്പള്ളം ഭാഗത്തേക്ക് എത്തിയപ്പോൾ കള്ളനാണെന്ന് സംശയിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഇയാളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. ഏതായാലും നമ്മൾ ജനം TV ഉൾപ്പെടെ അത് കൃത്യമായിട്ട് തന്നെ ഒരു ആൾക്കൂട്ട കൊലപാതകമാണെന്നുള്ള കാര്യം തുടക്കം മുതലേ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ പെട്ടെന്നാണ്, അതായത് 17-ാം തീയതി നടന്ന സംഭവം ഏകദേശം 4-5 ദിവസം കഴിയുമ്പോഴേക്കും പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ആംഗിൾ മാറുന്നു. ആൾക്കൂട്ട കൊലപാതകം എന്നതിന് അതിൻ്റെ പ്രതികളെല്ലാവരും RSSകാരാണ്, BJP-ക്കാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ തെറ്റായ രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത് എന്നുള്ളതാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് മന്ത്രി MB രാജേഷും അതുപോലെ തന്നെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും ഒക്കെ ഈ പ്രതികളൊക്കെ RSSകാരാണ് അല്ലെങ്കിൽ BJP-ക്കാരാണെന്നൊക്കെ തരത്തിൽ വാർത്താ സമ്മേളനങ്ങൾ നടത്തി അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ അവർ പ്രതികരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നുള്ളതാണ്. ഏതായാലും ആ സമയത്ത് പോലും കൃത്യമായിട്ട് തന്നെ അവർ ഒരു കാര്യം ഒളിച്ചു വെച്ചു. ഈ കഴിഞ്ഞ ദിവസമൊക്കെ പിടിയിലായ 5 പ്രതികളിലെ 4-ാം പ്രതി ആനന്ദൻ CITU പ്രവർത്തകനാണ് എന്നുള്ള കാര്യം ഈ MV ഗോവിന്ദനാണെങ്കിലും മന്ത്രി MB രാജേഷ് ആണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളും ഒക്കെ അതിനെ മറച്ചു വെച്ചുകൊണ്ടായിരുന്നു ഇതിനെ തെറ്റായ രീതിയിൽ അവർ ചിത്രീകരിച്ചുകൊണ്ടേ ഇരുന്നത് എന്നുള്ളതാണ്. ഏതായാലും അവരുടെ അത്തരം വാദങ്ങൾ പൊളിഞ്ഞു വീഴുന്ന തരത്തിലായിരുന്നു ഇന്നലെ കോടതിയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തു വന്നത്. ആ സ്പെഷ്യൽ ബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കൃത്യമായിട്ട് 4-ാം പ്രതിയായിട്ടുള്ള ആനന്ദൻ CITU പ്രവർത്തകനാണ് എന്നുള്ള കാര്യം വ്യക്തമായി പറയുന്നു എന്നുള്ളതാണ്. അതിനപ്പുറം ഇയാളൊരു മുൻ CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണെന്നുള്ള വിവരവും ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് 2 പേർ കൂടി പിടിയിലായിരിക്കുന്നു. ആ പിടിയിലായിരിക്കുന്ന ആളുകൾ എന്നുള്ളത് ഒന്ന് ഒരു വിനോദ് എന്ന വ്യക്തിയാണ്, പിന്നൊന്ന് ജഗദീഷ് എന്നൊരു വ്യക്തിയാണ്. വിനോദ് എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുമ്പോൾ അയാളൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്, സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ് വിനോദ് എന്നുള്ളതാണ്. അതുപോലെ ജഗദീഷിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുമ്പോൾ ജഗദീഷ് ഒരു CPM പ്രവർത്തകനാണ് എന്നുള്ളതാണ്. ഏതായാലും ഇരുവരെയും ഇന്നലെ വൈകിട്ടോടു കൂടെയാണ്
പോലീസ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് അവരുടെ അറസ്റ്റ് ഉൾപ്പെടെ ഉടൻ രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേർ കൂടി പിടിയിലായിരിക്കുന്നു. അതിലൊരാൾ കോൺഗ്രസ് പ്രവർത്തകരും മറ്റൊരാൾ CPM പ്രവർത്തകരുമാണ് എന്നുള്ള വിവരം കൂടെ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ CPM-ന്റെയും കോൺഗ്രസിൻ്റെയും തെറ്റായ രീതിയിലുള്ള ഒരു ആൾക്കൂട്ട കൊലപാതകത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന അവരുടെ നടപടികൾ, അവരുടെ ആ പ്രവർത്തികൾക്ക് കനത്ത തിരിച്ചടിയായി ഇത് മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ നിമിഷം സംഭവിക്കുന്നത്. അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് 15ഓളം പ്രതികൾ ഇതിൽ ഉണ്ടാവും എന്നുള്ളതാണ്. നിലവിൽ 5 പേരും ഇപ്പോൾ പിടിയിലായിട്ടുള്ള 2 പേരും ചേർക്കുമ്പോൾ 7 പേരെ ആയിട്ടുള്ളൂ. ഇനിയും കൂടുതൽ ആളുകളെ, ഏകദേശം 8ഓളം ആളുകൾ ഇനിയും അറസ്റ്റിലാവാനായിട്ടുണ്ട്. പലരും കേരളം വിട്ടതായി ഉൾപ്പെടെയുള്ള സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇനി പിടിയിലാവാനുള്ള ആളുകളിലെ മിക്ക ആളുകളും കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ CPM-ന്റെയും ഒക്കെ പ്രവർത്തകരാണ് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. സരുൺ, ഇതിപ്പോൾ ആൾക്കൂട്ടാക്രമണം ഇതാദ്യമല്ല. മാത്രമല്ല, ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തുന്ന ആളുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ഒന്ന് രാജേഷ് മാഞ്ചി എന്ന ദളിത് വിഭാഗത്തിൽ പെടുന്ന ഒരു ചെറുപ്പക്കാരനെ മലപ്പുറത്ത് ആൾക്കൂട്ടം തല്ലിക്കൊന്നിരുന്നു. ആ കൊലപാതകം നടന്നത് മലപ്പുറത്തായതുകൊണ്ടും ഒരു പ്രത്യേക മതവിഭാഗക്കാരാണ് അതിൽ പ്രതികളാകുന്നു എന്നതുകൊണ്ടും അന്നത് ചർച്ച ചെയ്യപ്പെട്ടതേയില്ല. ഇപ്പോൾ വാളയാറിലേക്ക് എത്തുമ്പോൾ അത് BJP-യുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൊണ്ടാണ് ഇത് കേരളത്തിൽ വലിയ ചർച്ചയായത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ വിഷയവും ചർച്ച ചെയ്യപ്പെടത്തില്ല. ഗൗതം, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറത്തെ ഈ മാഞ്ചിയുടെ ആൾക്കൂട്ട കൊലപാതകമാണെങ്കിലും അതല്ലെങ്കിൽ അട്ടപ്പാടിയിലെ തന്നെ മധുവിൻ്റെ കൊലപാതകമാണെങ്കിലും ഒക്കെ ഇതിലെ പ്രതികളുടെ രാഷ്ട്രീയം ചികഞ്ഞുകൊണ്ടല്ല പരിശോധിച്ചിരുന്നത്, അതിനെ ചർച്ചയാക്കിയിരുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മധുവിൻ്റെ കേസിലേക്ക് വരുമ്പോൾ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ അതിൽ പ്രതിയാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിലെ ഭൂരിഭാഗം ആളുകളും മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. അട്ടപ്പാടിയിലെ മധുവിൻ്റെ കേസിലെ പ്രതികളിലെ ബഹുഭൂരിപക്ഷം ആളുകളും എന്നുള്ളൊരു കാര്യമുണ്ട്. മാഞ്ചിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും സമാനമായ രീതിയിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പ്രതികളായിട്ടുള്ള ആളുകളുടെയൊക്കെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ചികഞ്ഞുകൊണ്ടല്ല BJP ഉൾപ്പെടെ ആ വിഷയത്തെ കണ്ടത് എന്നുള്ളതാണ്. CPM-ഉം കോൺഗ്രസും ഒക്കെ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു അട്ടപ്പള്ളത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കൃത്യമായിട്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം എന്നുള്ളത് ആ ആൾക്കൂട്ട കൊലപാതകം, അതായത് കേരളത്തിലെ വലിയ പ്രബുദ്ധരാണ്, സാക്ഷരതയുണ്ട്, നമ്പർ 1 ആണെന്നൊക്കെ പറയുന്ന കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളുടെ മാനസികാവസ്ഥ, അവർ ഇത്തരത്തിൽ ഒരാളെ തല്ലിക്കൊല്ലുന്ന തരത്തിലേക്ക് അവർ അധപ്പതിച്ചിരിക്കുന്നു ഈ മലയാളികൾ എന്നുള്ളൊരു വിഷയമാണ് അവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നിരിക്കെ അതിനെ അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് തെറ്റായ രീതിയിലേക്ക് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും അത്തരം ശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയായി മാറുന്നു ഈ കേസിൽ ഇപ്പോൾ പിടിയിലാവുന്ന ആളുകളുടെയൊക്കെ രാഷ്ട്രീയം. അത് കോൺഗ്രസും CPM-ഉം ഒക്കെ ആണ് എന്നുള്ളത്. ഓക്കെ, വ്യക്തമാണ് അരുൺ. എന്തായാലും ഈ വാളയാറിൽ ഇത്തരത്തിലൊരു ആൾക്കൂട്ട ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു മറ്റ് സംസ്ഥാനത്ത് നിന്നും നമ്മുടെ നാട്ടിലേക്ക് എത്തിയ ഒരു ചെറുപ്പക്കാരനെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്ന ഘട്ടത്തിൽ അതിൽ വിവിധ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പിടിയിലാകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ CPM-ന്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രാദേശിക ചുമതലകളിലൊക്കെ ഇരിക്കുന്ന ആളുകളാണ് പിടിയിലാക്കപ്പെടുന്നത്. പക്ഷേ ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. മറിച്ച് ആൾക്കൂട്ട ആക്രമണം നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിക്കുന്നു എന്നതല്ല ചർച്ചയാകുന്നത്, അതിലെ രാഷ്ട്രീയം ചകഞ്ഞുകൊണ്ടുള്ള ചർച്ചയാണ് ഇവിടെ സജീവമായി നടക്കുന്നത് എന്നതാണ് ദൗർഭാഗ്യകരം. അരുൺ ആലത്തൂരാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർത്ത്.